എല്ലാവർക്കും ക്വിസ് മീഡിയയിലേക്ക് സ്വാഗതം. പരിസ്ഥിതി ദിന ക്വിസിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായി സഹായകരമായ ചോദ്യോത്തരങ്ങളാണ് ഞാൻ നിങ്ങൾക്കായി ഇന്ന് അവതരിപ്പിക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം ഡോക്ടർ എം.എസ്. സ്വാമിനാഥൻ. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം പ്രൊഫസർ ആർ മിശ്ര. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം മേധ പട്കർ. ഇക്കോളജി എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചതാര്? ഉത്തരം ഏണസ്റ്റ് ഹേക്കൽ. മേദിനി പുരസ്കാരം ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം പരിസ്ഥിതി. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം കൊൽക്കത്ത. ഓസോൺ ദിനമായി ആചരിക്കുന്നത് എന്ന്? ഉത്തരം സെപ്റ്റംബർ 16. ജൈവ വൈവിധ്യ രജിസ്റ്റർ പുറത്തിറക്കിയ കേരളത്തിലെ ആദ്യ ഗ്രാമപഞ്ചായത്ത്? ഉത്തരം എടവക. ചിന്നാർ സംരക്ഷണ മേഖല ഏത് ജില്ലയിലാണ്? ഉത്തരം ഇടുക്കി. കീടനാശിനിയായി ഉപയോഗിക്കുന്ന ഔഷധ സസ്യം ഏത്? ഉത്തരം വേപ്പ്. ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന സംസ്ഥാനം? ഉത്തരം പഞ്ചാബ്. കണ്ടൽ വനങ്ങളുടെ വളർത്തച്ഛൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം കല്ലേൻ പൊക്കുടൻ. കണ്ടൽ കാടുകൾക്കിടയിലെ എൻ്റെ ജീവിതം എന്ന ആത്മകഥ ആരുടേത്? ഉത്തരം കല്ലേൻ പൊക്കുടൻ. ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ആര്? ഉത്തരം സുന്ദർലാൽ ബഹുഗുണ. വനവിഭവങ്ങൾ സമാഹരിച്ച് വിപണനം ചെയ്യുന്നതിനുള്ള സംരംഭം ഏത്? ഉത്തരം വനശ്രീ. വേമ്പനാട് കായലിന് നടുവിലുള്ള പ്രസിദ്ധമായ ദ്വീപ് ഏതാണ്? ഉത്തരം പാതിരാമണൽ ദ്വീപ്. കേന്ദ്ര മണ്ണ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം പാറോട്ടുകോണം. സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പും വനം വകുപ്പും സംയുക്തമായി സംഘടിപ്പിക്കുന്ന വനവൽക്കരണ പരിപാടിയുടെ പേര്? ഉത്തരം എൻ്റെ മരം. കാഷ്യ ഫിസ്റ്റുല ഏത് പൂവിൻ്റെ ശാസ്ത്രീയ നാമമാണ്? ഉത്തരം കണിക്കൊന്ന.
നീല പതാക സർട്ടിഫിക്കറ്റ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ബീച്ചുകളുടെ ഗുണനിലവാരം. കാടെവിടെ മക്കളെ മേടെവിടെ മക്കളെ ആരുടേതാണ് ഈ വരികൾ? ഉത്തരം അയ്യപ്പ പണിക്കർ. മണ്ണിനെ കുറിച്ചുള്ള പഠനശാഖ അറിയപ്പെടുന്നത്? ഉത്തരം പെഡോളജി. യവനപ്രിയ എന്ന പേരിൽ അറിയപ്പെടുന്ന സുഗന്ധ വ്യഞ്ജനം ഏത്? ഉത്തരം കുരുമുളക്. കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം ചിങ്ങം 1. കേരളത്തിൽ ചന്ദന മരങ്ങൾ കാണപ്പെടുന്നത് എവിടെ? ഉത്തരം മറയൂർ. കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം? ഉത്തരം മംഗളവനം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകളുള്ള ജില്ല? ഉത്തരം കണ്ണൂർ. പശ്ചിമഘട്ടത്തിൻ്റെ രാജ്ഞി എന്നറിയപ്പെടുന്ന പുഷ്പം? ഉത്തരം നീലക്കുറിഞ്ഞി. സൈലന്റ് വാലിയിലെ പ്രധാന സംരക്ഷണ മൃഗം? ഉത്തരം സിംഹവാലൻ കുരങ്ങ്. ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി നടപ്പിലാക്കിയത്? ഉത്തരം തെന്മല. സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന പക്ഷി സങ്കേതം? ഉത്തരം തട്ടേക്കാട് പക്ഷി സങ്കേതം. ഇന്ത്യയിൽ പരിസ്ഥിതി ബജറ്റ് അവതരിപ്പിച്ച ആദ്യ സംസ്ഥാനം? ഉത്തരം കേരളം.